നമസ്കാരം. ജജീഷ് തോമസ് ആണ് ഇവിടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നമ്മുടെ ഭൂമി വളരെ വലുപ്പമുള്ളതാണ്. പക്ഷെ നമ്മുടെ നക്ഷത്രമായ സൂര്യനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി വളരെ വളരെ ചെറുതാണ്. ഏകദേശം 13 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളിക്കാനാകുന്ന വലുപ്പമുള്ളതാണ് സൂര്യൻ എന്ന് പറയപ്പെടുന്നു. ഭൂമിയും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും എല്ലാം കൂടി നമ്മുടെ നക്ഷത്രമായ സൂര്യനെ ചുറ്റുന്നു. സൂര്യനും നമ്മുടെ ഭൂമിയും ചന്ദ്രനും ബാക്കിയുള്ള ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും എല്ലാം കൂടി അനന്തമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മുടെ മാതൃ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയെ വലം വെച്ച് ചുറ്റുന്നു. മിൽക്കി വേ എന്ന ഗാലക്സി എങ്ങോട്ടോ ഒഴുകിപ്പോകുന്നു. സൂര്യനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വലിപ്പമുള്ള അനേകം കോടി നക്ഷത്രങ്ങളാണ് മിൽക്കി വേ എന്ന നമ്മുടെ മാതൃ ഗാലക്സിയിൽ മാത്രമുള്ളത്. ഏറ്റവും കുറഞ്ഞത് 100 ബില്യൺ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ നമ്മുടെ മാതൃ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് 400 ബില്യൺ വരെ പോയേക്കാമത്രേ. ഈ നമ്പറിൻ്റെ വലുപ്പം ഒന്ന് ആലോചിച്ച് നോക്കാമോ? ഏറ്റവും കുറഞ്ഞത് ഇത്രയും സൂര്യന്മാർ നമ്മുടെ ഗാലക്സിയിൽ ഉണ്ടത്രേ. നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലെ 2 ട്രില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ് ഇപ്പോൾ ഫിസിക്സ് പറയുന്നത്. നമ്മുടെ മിൽക്കി വേ ഗാലക്സി പോലെ 2 ട്രില്യൺ ഗാലക്സികൾ. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ മാത്രം സൂര്യനെ പോലെയുള്ള എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയിരുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രപഞ്ചം ഒബ്സർവബിൾ യൂണിവേഴ്സിൽ എത്ര നക്ഷത്രങ്ങളുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. മിൽക്കി വേ എന്ന നമ്മുടെ ഗാലക്സിയേക്കാൾ വളരെയേറെ വലുപ്പമുള്ള കോടാനുകോടി ഗാലക്സികൾ എങ്ങോട്ടോ അനന്തമായി നീങ്ങി ഒഴുകിപ്പോകുന്നു. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും വളരെ 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 വലുതാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് പ്രകാശത്തിനാണ്. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ് പ്രകാശത്തിൻ്റെ വേഗം. അതായത് ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കാൻ പ്രകാശത്തിന് സാധിക്കും. ഈ വേഗതയിൽ സഞ്ചരിച്ചാൽ പ്രകാശത്തിന് ഒരു വർഷം സഞ്ചരിക്കാനാകുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ അല്ലെങ്കിൽ പ്രകാശവർഷം എന്ന് വിളിക്കുന്നത്. സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വെച്ച് ഒരു വർഷം സഞ്ചരിച്ചാൽ എത്തിച്ചേരാനാവുന്ന ദൂരം, അത് വളരെ 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 വലിയ ഒരു ദൂരമാണ്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ ഭൂമിയെ ഏകദേശം 8 തവണ ചുറ്റി വരാൻ സാധിക്കും. 1.3 സെക്കൻഡ് കൊണ്ട് പ്രകാശത്തിന് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്താൻ സാധിക്കും. ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ട് പ്രകാശത്തിന് സൂര്യനിൽ നിന്നും ഭൂമിയിലെത്താൻ സാധിക്കും. ഏകദേശം 12 മിനിറ്റ് കൊണ്ട് പ്രകാശത്തിന് സൂര്യനിൽ നിന്നും ചൊവ്വയിലേക്ക്, മാർസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഏകദേശം 5.5 മണിക്കൂർ കൊണ്ട് പ്രകാശത്തിന് ഗ്രഹങ്ങളെ കടന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിന് വെളിയിൽ കടക്കാൻ സാധിക്കും. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ അപാര വേഗതയിൽ സഞ്ചരിച്ചാലും പ്രകാശത്തിന് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ ക്രോസ് ചെയ്യാൻ 1 ലക്ഷം വർഷങ്ങൾക്ക് മുകളിൽ സമയമെടുക്കും. അതായത് 1 ലക്ഷം പ്രകാശവർഷങ്ങൾ. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ ഏറ്റവും അടുത്ത ഗാലക്സിയാണ് ആൻഡ്രോമെഡ ഗാലക്സി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് പ്രകാശത്തിന് പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാലും ആൻഡ്രോമെഡ ഗാലക്സിയിൽ എത്തിച്ചേരാൻ ഏകദേശം 25 ലക്ഷം വർഷങ്ങൾ എടുക്കും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള ഗാലക്സിയെ പറ്റിയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഗാലക്സികളുടെ കാര്യം പറയണ്ടല്ലോ. Closely, my friends, for I have some fascinating viewpoints to share with you. Pay attention and you might learn something magical. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആൻഡ്രോമെഡ ഗാലക്സിയിലുള്ള ഏതോ ഒരു ഗ്രഹത്തിലെ ഒരു അന്യഗ്രഹ ജീവി അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഭൂമിയെ അവരുടെ ഏതെങ്കിലും ഒരു പുതിയ ടെലിസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ കാണുന്നത് നമ്മളെ ആയിരിക്കില്ല, 25 വർഷം മുമ്പുള്ള മാമത്തുകൾ ജീവിച്ചിരുന്ന കാലത്തെ ഭൂമിയായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ടെലിസ്കോപ്പിൽ പതിക്കുന്ന പ്രകാശം പണ്ട് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് പോയിട്ടുള്ള സൂര്യൻ്റെ പ്രകാശമായിരിക്കും. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ വലുപ്പത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാണാം. ബൈ.